ഒരു വർഷത്തെ നീണ്ട പ്രണയം ഇന്ന് ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. കൂടുതൽ ഇമോജീസ് ആണ് അവരെ അടുപ്പിച്ചത്, മെസ്സേജുകൾ ഇമോജീസുകൾ എന്താണ് ആക്കിയതെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോ അത് ഭർത്താവായിട്ട് പിണങ്ങിട്ട് അച്ഛൻ മോളെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാ വിചാരിച്ച്. ആ കൊച്ചിനിപ്പോ അദ്ദേഹം തന്നെ മതിയെന്നാ പറയണേ, ഏട്ടായി എന്ന് മതിയെന്നാണ്. പിന്നെ ഈ സംഗതികളൊക്കെ കൊള്ളാം, ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് വേറൊരു വലിയ ദോഷമുണ്ട്. ഇപ്പൊ എന്താവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ കുത്തിയിട്ട് ഈ ചിഹ്നങ്ങൾ അയച്ചുണ്ടല്ലോ, പരസ്പരം നേരിട്ട് മൂത്തോട് മൂന്ന് നോക്കി സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുക പുതിയ തലമുറയ്ക്ക്. എന്തിനു പറയുന്ന പുതിയ ചെറുപ്പക്കാർ ഒരു ഇന്റർവ്യൂവിന് പോയി ഇരിക്കട്ടെ, അവിടെ ഇരുന്നിട്ട് മുഖം നോക്കിയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ഫോണിൽ കൂടെ? പറ്റൂല. ഇന്റർവ്യൂവിന് ചോദ്യം ചോദിച്ചാലും സാറ് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഊഷ്യമുണ്ട് ഇതിനകത്ത്. അത് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ, അത് സോഷ്യൽ മീഡിയയുടെ കയ്യിൽ. നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളത് ഉപയോഗിക്കാതിരിക്കാൻ നോക്കാം, അത്രയും ചെയ്യാം. അല്ലെങ്കിൽ നല്ലപോലെ ഉപയോഗിക്കാം. അപ്പോ ഇതൊക്കെ ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അവരെ പോലെ എന്ത് പ്രശ്നം? അല്ല, ഇനി മേലില് പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നങ്ങളുടെ എല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാരണം അവർക്ക് മനസ്സിലായോ? ആയല്ലോ? സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇല്ല സാറേ, ഇനി ശല്യം ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. ഇനി ശല്യം ഉണ്ടാവരുത്. അത് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ എന്റെ പോവാ സാറായിരിക്കും. അതെ, ഇജ്ജൂടെ വന്നു. ഇജ്ജവിടക്ക് സാറ് അവിടെ വെക്കാൻ പറഞ്ഞില്ലേ? ശരി കേട്ടോ, സനായി. അങ്ങനെ നീ കല്യാണം കഴിച്ചടാ? കഴിച്ചിട്ടാ സാറേ. ഓ, അപ്പൊ കല്യാണം കഴിക്കാതെ ഇങ്ങനെ അമ്പലക്കാലായിട്ട് നടക്കണം. അപ്പൊ നിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. ആ പെങ്കൊച്ച് കല്യാണം കഴിച്ച് കുടുംബമായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അതിനല്ല നിനക്ക് തയ്ക്കണോടാ. ഞാനേ ഈ ചിഹ്നങ്ങളൊക്കെ മനസ്സിലായ? ഈ ചിഹ്നം നിനക്ക് സത്യം പറഞ്ഞാൽ എല്ലാം മനസ്സിലായിട്ടാ, ചെറുത് മനസ്സിലായി. സാറിപ്പോ പറയുമ്പോ കുറച്ച് മനസ്സിലായി. എല്ലാ ലവും എല്ലാം മനസ്സിലായി. വേണ്ട സാറേ, ഒരു കാര്യം മോനെ, ഒരു 10 ദിവസം ഇവൻ ഇവിടെ സ്റ്റേഷനിൽ എന്നും വന്നിട്ട് ഈ ചിഹ്നങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണവരെ വന്ന് പോയിക്കൊണ്ടിരിക്കും. 11ാമത്തെ ദിവസം നിനക്ക് ഒരു പരീക്ഷയുണ്ട്, ചിഹ്നങ്ങൾ വരും, എന്നിട്ട് അത് നീ കൃത്യമായിട്ട് എഴുതണം. ഞാൻ വോയിസ് അയച്ചു തരാം, വാട്സപ്പ്. ഒരു പേന പേപ്പർ എടുത്ത് കൊടുക്കുക. നീ ഇവിടെ ഇരുന്നിട്ട് എല്ലാ ചിഹ്നങ്ങളും അതിന്റെ അർത്ഥങ്ങളും ഒരു 100 പ്രാവശ്യം എഴുതി കാണിച്ചിട്ട് പോയാൽ മതി. എന്തേ അച്ഛൻ്റെ ഇവിടെ? ഞാനെന്താ ഇവിടെ? ഇതിന്റെ വീടല്ലടാ, ഞാൻ ഇവിടെ ഇല്ലാണ്ട് പിന്നെ അവിടെ പോവാനാ? ആ ശരിയാ. ഈ എങ്ങടാ? ഞാൻ എങ്ങടാ? നീ പോയി 10 പതിനഞ്ച് വഴിക്ക് എങ്ങടാന്ന്? ഞാന് ഒരു ചെറിയ കാര്യമുണ്ട്. എന്താ ഇത്? പുല്ല്. എന്താ ജാടിനെ വളർത്തുണ്ടോ? വൈക്കോല്. ഇത് ഞാൻ പശുവിനെ കൊടുക്കാൻ വേണ്ടി അവിടെ വെച്ച വൈക്കോലല്ലേ? നീ ഇതായിട്ട് എങ്ങടാ പോണ്? എങ്ങടാ പോണെന്ന്? അച്ഛാ, കത്തിക്കും ഞാൻ. എന്നെയോ? അച്ഛനല്ല, ആ ശീതളന. എന്തിന്? എന്റെ മൊയ്തു നേതാവിനെ വെല്ലുവിളിച്ചു ശീതളൻ. ആ ശീതളനെ ഞാൻ കത്തിച്ചടയും. എനക്ക് അത്ര ഇഷ്ടം മൊയ്തുവിനെ. എന്റെ കാണപ്പെട്ട ദൈവം, പാല് പോലുള്ള മനുഷ്യൻ, നാളത്തെ മുഖ്യമന്ത്രിയാ. ആ നേതാവിനെ വെല്ലുവിളിച്ച് വിടൂല ഞാൻ, ഓനെ കൊന്നു കളയും ഞാൻ. എടാ, നീ ശീതളിന്റെ നേർക്കൊക്കെ കത്തിക്കാൻ പോയി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും. സ്വാതന്ത്ര്യ സമരത്തിനോ ജയിലിൽ പോകാൻ പറ്റിയിട്ടാ. ശീതളിനെ കൊന്ന കുറ്റത്തിൽ ജയിലിൽ പോകാൻ എനിക്ക് അഭിമാനാണ്. അത് എന്റെ നേതാവിന് വേണ്ടിയിട്ട്. കുടുംബം നോക്കാത്ത നീയാണ് ഇനി നാട് നേരാക്കാൻ പോണ്. നീ നാട് നേരാക്കാനോ രാഷ്ട്രീയത്തിന് എവിടെ വെച്ചാ പൊക്കോ, എന്നിട്ട് ആരുടെ വെച്ചാ തല്ലുകൊണ്ട് ചേത്തോ, എനിക്കൊരു കുഴപ്പമില്ല. അച്ഛാ, എന്റെ അച്ഛനും അമ്മക്കും വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല, ചെയ്യും ചെയ്യില്ല. അതെന്റെ തീരുമാനമാണ്. പക്ഷെ എന്റെ മൊയ്തു നേതാവിനെ ഞാൻ ബലിയർപ്പിക്കും. അതെ, എന്ത് ചെയ്താലും ശരി, ആ മുണ്ടാപ്പളയുടെ ബൈക്കോല അവിടെ വെക്ക്. അച്ഛൻ്റെ ഒരു പുല്ലും വേണ്ടാക്കും. അങ്ങനെ ഒരു ഭ്രാന്തൻ. മനുഷ്യന് ഉപകാരമില്ല, ഇത് ഉപദ്രവിക്കാൻ വരിക.
അത് കൊണ്ടായിട്ട് അവൻ അങ്ങനെ തിന്നൻ. അഴിമതി വീര ശീതള, അഴിമതി വീര ശീതള, അഴിമതി വീര ശീതള, അഴിമതി വീര ശീതള. മാറി മാറി പരനാറി, മാറി മാറി പരനാറി, മൊയ്തേ മൊയ്തു പരനാറി, മൊയ്തേ മൊയ്തു പരനാറി. ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം, ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം, ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം, ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ, ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ മറ്റല്ലൂരി ചെണ്ടയടിക്കും, മറ്റല്ലൂരി ചെണ്ടയടിക്കും, ചെണ്ടയടിക്കും കട്ടായം, ചെണ്ടയടിക്കും കട്ടായം. ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ വെട്ടിക്കൂട്ടും കട്ടായം. നേതാവേ, നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. മൊയ്തു മൊയ്തു പരനാറി. ആ നാടിനെ ചെവിക്കടി ഞാൻ മുണ്ടെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. വെറുതെ എന്റെ അണ്ണാക്കിലെ വെള്ളം കൊണ്ട് കളയരുത്. അതെ, അത് ശരിക്കും മനസ്സിലാക്കി ഓർമ്മയിൽ വെക്കണം. അല്ലാതെ ഇതിലെ കേട്ടിട്ട് ഇപ്പുറത്തെ വിട്ടൂടാ. അതായത് പാർട്ടിന്റെ ലയന സമ്മേളനത്തിലെ അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ തായോട്ടേക്ക് ഇറങ്ങി ചെല്ലണം. എന്തേ അല്ല, താഴോട്ട് നോക്കാനല്ലോ പറഞ്ഞത്. തായോട്ട് നോക്കാൻ ഇങ്ങോട്ട് നോക്കാനല്ല പറഞ്ഞത്. താഴേക്കടയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം നമ്മള്. അവിടെയാണ് നമ്മൾ കയറി പിടിക്കേണ്ടത്. അതെ അതെ അതാണ് വേണ്ടത്. അതെ, ഒരു ചെറിയൊരു സംശയമുണ്ട്. എന്താ ചോദിച്ചോ? നമ്മൾ ഏത് മുന്നണിയിലാണ്? എന്താണ് നമ്മുടെ നിലപാട്? നമ്മൾ ഏത് മുന്നണിയിലാണ്, നമ്മുടെ നിലപാട് എന്താണെന്ന് അണികൾ ചോദിക്കുമ്പോൾ നമുക്ക് വിശദീകരണം കൊടുക്കാൻ പറ്റണില്ല. വിഷയാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടിന്റെ കേന്ദ്ര നേതൃത്വം അനുമതി തന്നിട്ടുണ്ട്. പക്ഷെ അത് തത്വാധിഷ്ഠമായിട്ട് വേണം ചെയ്യാന്ന് മാത്രം. തത്വാധിഷ്ഠമായ സമയങ്ങളിൽ വിഷയാധിഷ്ഠമായി തീരുമാനം എടുക്കാൻ പറ്റുമോ നമുക്ക്? അതെ മൊയ്തൂക്ക, ഈ കടിച്ചാ പൊട്ടാത്തേം വായി കൊള്ളാത്തേം കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഭരണമുന്നണിയുടെ ഭാഗമാണ്. ഒരാളുടെ ഒരു ആവശ്യമായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു വക്കാലത്തായിട്ട് ചെല്ലാൻ പറ്റണില്ല. നമ്മൾക്കിട്ട് തല്ലുകൊള്ളണ അവസ്ഥയാണ്. ആ ഒരു വിഷയം കൊണ്ട് മാത്രം പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ആള് പോണതിനെ പറ്റി എനിക്ക് പറയരുത് പ്യാരിയെ. അത് പാർട്ടിന്റെ ആശയങ്ങൾ അറിയാത്തവരാണ് ഈ പാർട്ടി വിട്ടുപോണത്. ഒരു പോട്ടേന്ന് ഓരെ നമുക്ക് വേണ്ട. പാർട്ടിന്റെ പുതു നേതൃത്വം നിറയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാർട്ടി രാഘവേട്ടനെ വർക്കിംഗ് ചെയർമാൻ ആക്കി മാറ്റിയത്. ഈ ഉണ്ണീനെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി മാറ്റിയത്. പ്യാരിജാതനെ ജില്ലാ സെക്രട്ടറി ആക്കി മാറ്റിയത്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അതെ, കഴിഞ്ഞ ആഴ്ച ഒരു ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാനാണ് ഉണ്ണിയെ. ഈ ആരാവണമെന്നാ ഈ ആഗ്രഹിക്കണത്? അതാണ് ജി ഇവനപ്പം എന്താക്കുക? ഈ ഗജാഞ്ചി ഉണ്ടോ പാർട്ടിന്റെ? ആ, ഇതിപ്പോ ഉണ്ണിന്റെ പ്യാരിജാതിന്റെ സുധീന്റെ കാര്യം മാത്രമല്ല കേട്ടോ. ബാക്കിലിരിക്കണം നിങ്ങളെല്ലാരും. നിങ്ങളൊക്കെ സംസ്ഥാനതല മെമ്പേഴ്സ് ആട്ടോ, ജില്ലാതല ഭാരവാഹികളാ നിങ്ങൾ. അത് മനസ്സിലാക്കണം. കേട്ടാ? ഇത് പറഞ്ഞോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, അഴിമതി വേണ്ട, ആദർശം മതി. അതാണ് പാർട്ടിന്റെ പ്രഖ്യാപിത നിലപാട്. വ്യക്തിയല്ല, മുന്നണിയല്ല, പാർട്ടിയാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെ ശീതളിനെതിരുള്ള സമരവും നമ്മൾ ശക്തിപ്പെടുത്തണം. ഓനെ അറസ്റ്റ് ചെയ്യണ വരെ നമ്മൾ സമരം ചെയ്തേ പറ്റും. നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, അഞ്ചെട്ടെണ്ണം പിന്നാലെ. ഞാൻ എന്തിനോടെ ഇരിക്കുന്നത്? എങ്കിൽ രാഘവേട്ടനും സിന്ദാബാദ്. നമസ്കാരം. ചെറിയൊരു മീറ്റിങ്ങിലൊക്കെ ആയി അതാ വൈകി പോയ. ചായ കുടിച്ചല്ലോ ഒരു മിനിറ്റ്. ഓക്കെ, എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ സാറേ. ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടും അങ്ങയുടെ വീട്ടിൽ ബിനാമി സ്വത്തുക്കൾ ഉണ്ടെന്നാണല്ലോ ആരോപണം. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ധാരാരോപണമാണ്.
അങ്ങയുടെ എതിർ പാർട്ടിക്കാരനായ മൊയ്തു. അതൊക്കെ ഭ്രാന്ത്. എന്റെ കൈകൾ ശുദ്ധാണ്, അത് ജനങ്ങൾക്കറിയാം. അല്ലാതെ ഇവനെ പോലുള്ളവരൊന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. കാണിച്ചു കൊടുക്കുക അവർക്ക്. ഞാൻ പറഞ്ഞാണ്. കോറി മാഫിയുമായി അങ്ങക്ക് ബന്ധമുണ്ടെന്നാണല്ലോ മൊയ്തു ആരോപിക്കുന്നത്. സുഹൃത്തെ, നിങ്ങൾ ആ മൊയ്തുന്റെ ആളാണാ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് ഈ മൊയ്തു? ഈ മൊയ്തു ആരാണ്? അവനെ എനിക്കറിയണമായിരുന്നു, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇത്രയ്ക്ക് വൃത്തികെട്ട വിവരമില്ലാത്ത വിവേകമില്ലാത്ത ഒരുത്തനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെ പോയി കിടക്കണത് എല്ലാവരും? ഒരു ആൾക്കൊരു കൃത്യനിഷ്ഠയില്ല എന്ന് പറഞ്ഞാൽ. ഹലോ, ഒരു മിനിറ്റ്. ഉണ്ണിയേ, ഈ എവിടെയുള്ളത്? ഞാനൊരു ഫംഗ്ഷനിലാണ് മൊയ്തുക്ക. ഇവിടെ പാർട്ടിന്റെ ഒരു അടിയന്തര മീറ്റിംഗ് വെച്ച് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പായസം കുടിച്ച് വയറ് വീർത്തിയുടെ മന്ദത്തിൽ കിടക്കേന്ന്. പായസം കുടിച്ചിട്ടോ? അത് എവിടുന്ന്? അതെ, നമ്മളെ രാഘവട്ടന്റെ മോളെ കുഞ്ഞീരെ നൂല് കെട്ട് ഭയങ്കര പരിപാടി. 4 കൂട്ടം പായസാന്ന്. ഏത് നമ്മളെ വർക്കിംഗ് പ്രസിഡന്റ് രാജുവായിട്ടില്ലയോ? അതെ. മൊയ്തുക്കനെ വിളിച്ചിട്ടേ? ഇല്ല, വേറെ ആർക്കുണ്ടായി അവിടെ? ശീതള നേതാവ് ഉണ്ടായിരുന്നില്ല. ആണോ? ഓ, അയ്യോ, വെച്ചോ, ഫോൺ വെച്ചോ. അത് ശരി. അപ്പൊ എന്നെ ഒഴിവാക്കിയിട്ട് കുട്ടീന്റെ നൂല് കെട്ടാണല്ലേ? മൊയ്തു നേതാവിനെ വിളിക്കാത്ത ഫംഗ്ഷൻ രാഘവട്ടന് അതെന്ത് പറ്റി? ആ മൊയ്തു, എന്റെ നിങ്ങളെ പെരയിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന്? എൻ്റെ ചെറിയ മോളെ കുഞ്ഞിരെ നൂല് കെട്ടാൻ. ഇന്നലെ എന്തെങ്കിലും എന്നെ വിളിക്കാഞ്ഞ്? ചെറുങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, ചെറിയ തോതിൽ കുറച്ചാളെ ബന്ധുക്കളെ മാത്രം വിളിച്ചു. അല്ല, ചെറുങ്ങനെ ആയാലും നമ്മളെ പാർട്ടിന്റെ ആൾക്കാരും ശീതളം വരെ ഉണ്ടായില്ല അവിടെ. ശീതളൻ നമ്മളെ എതിർ പാർട്ടിക്കാരനാണെങ്കിലും എൻ്റെ ബന്ധുവായി പോയില്ലേന്ന്. അല്ല, ബന്ധുവാണെങ്കിലും രാഘവട്ട, നിങ്ങൾ എന്നെ വിളിക്കാൻ ഞാൻ മോശമായി പോയി. കാരണം നിങ്ങളെ മോളെയൊക്കെ നമ്മൾ അറിയണല്ലേ. മോളെ കുട്ടീനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ മാത്രം നിങ്ങൾ വിളിക്കാൻ ഞാൻ എന്തെങ്കിലും. അല്ല, ഞാൻ പറയുന്നത് കേക്ക് രാഘവട്ട. അത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ട് രാഘവട്ട. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടണ്ട. മീറ്റിങ്ങിന് ഒരു മനുഷ്യൻ വന്നില്ല, ഞാൻ മാത്രം അവിടെ വന്നിരിക്കുക. എല്ലാവരും നിങ്ങളെ പെരയിലാണ്. പിന്നെ മാത്രം നിങ്ങൾ അങ്ങോട്ട് വിളിക്കേണ്ടതല്ലേ നിങ്ങളെ മോളെ നൂല് കെട്ടിന്? അല്ല മൊയ്തു, എനിക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണ രാഘവട്ട. ഒരു സ്കൂട്ടറിൽ പോകാനുള്ള ആളുടെ പാർട്ടിക്ക് ഓട്ടോറിക്ഷ പോകാനുള്ള ആളാക്കി തന്ന ആളാ ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, നീ കണക്ക് പറയാന്ന്? ഞാൻ കണക്ക് പറയാനാണ്. എന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവട്ടെ രാഘവട്ട. എന്തായാലും ഈ നൂല് കെട്ട് നിങ്ങൾ എന്നെ വിളിക്കാത്തതിന്റെ പ്രതിഷേധം ഞാൻ കാണിച്ചിറങ്ങേക്ക് കേട്ടോ. നിങ്ങൾ കണ്ടോളി. അങ്ങനെ നീ പോകുന്നുണ്ട്. ആ ലൈറ്റ് ഫാൻ ഓഫ് ആക്കി പോ. എന്റെ പട്ടി ഓഫാക്കും. ഓഫാക്കി നിങ്ങൾ വേറെ ആരെങ്കിലും വിട്ടോളി. അല്ല, ഞാനാണ് ഇറങ്ങട്ടെ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയല്ലേ മാവാ? കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് പറഞ്ഞ ആളുകളൊക്കെ വന്നല്ലോ. ഭക്ഷണവും കുറച്ച് ബാക്കിയുണ്ട്. ഇതൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇപ്പൊ ആശുപത്രി ചെലവ് ഇവിടെ അടിയന്തരമൊക്കെ കൊണ്ട് ഒരുപാട് പൈസ ചെലവായി. ഞാനിപ്പോ ഇതുകൊണ്ട് നിന്നല്ലോ. ജീവിച്ചിരുന്നപ്പോ നമുക്കൊരു ഗുണം കിട്ടിയിട്ടില്ല മാവാ. അതുകൊണ്ടൊരു ഇനിയിപ്പൊ അതൊന്നും പറയണ്ടടാ. ഇനിയിപ്പൊ എന്തിനാ അതൊക്കെ പറയണ്ടേ? ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ തടി ശുദ്ധായല്ലോ. ഞാൻ ഇറങ്ങട്ടെ കേട്ടാ. നാളെ പോവാം മാവാ. എന്തിനാ ഞാൻ നാളേക്ക് വെക്കുന്നത്? മരണവും കഴിഞ്ഞ് 16 അടിയന്തരവും കഴിഞ്ഞു. ഇനി എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പോട്ടെ. അല്ല, അമ്മാവനൊരു കാരണവരായിട്ടുള്ളത് ഞങ്ങൾക്കൊരു ബലമല്ലേ. നിക്കമ്മാവാ. നാളെ പോവാട്ടാ. അല്ല, പോണേ. അല്ല, നാളെ പോവാ. നാളെ പോവാട്ടാ. ഹലോ, അത് നന്നായി. എപ്പാ ആണോ? ഏത് ഹോസ്പിറ്റലില്? എന്താണ്? ഇപ്പൊ വരാട്ടാ. ശരി ശരി. അത് നന്നായി. അമ്മാവാ, മന്മഥന് ആക്സിഡന്റ് ആയിന്ന്. ഇപ്പൊ പോയല്ലോ ഇവിടുന്ന്. ഇപ്പൊ അങ്ങോട്ട് ചെന്നപ്പോ ഹൈവേയിലെത്തി ഇപ്പൊ പുറകിന്ന് ഒരു കാറ് വന്ന് ഇടിച്ചെന്ന്. ആശുപത്രിയിലോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അത് നന്നായി. മന്മഥനെ വണ്ടി ഇടിച്ചെന്ന്. അയ്യോ, അത് നന്നായി. വാമ വന്ന അവിടത്തോളം പോവാ. നന്നായി. മണ്ടു 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 ഇപ്പൊ വരാട്ടോ. ഉണ്ണിയേട്ടാ, പായസം കുടിച്ചാ?
മണ്ടോ ഞങ്ങളത് വരണ്ടാ. അത് നന്നായി, അത് നന്നായി. അത് നന്നായി. അത് നന്നായി. രാഘവേട്ടാ, എവിടെ നിങ്ങൾ എത്ര കാലം നിങ്ങൾ കണ്ടെങ്കിൽ ഇവിടെ ഇല്ലേനെയോ? ഞാൻ മോളെടുത്തായിരുന്നു. എടാ പയ്യന്നൂരോ? ആ പയ്യന്നൂർ. അതിന്റെ അവിടെ ആടാ മോളെ വീട്ടിൽ നിൽക്കലാന്ന് വേണ്ടായിന്. അവളവിടെ പുതിയ വീടുണ്ടാക്കിയോ? ആ ആടെ ഒരു പുതിയ വീടെല്ലാം ഉണ്ടാക്കി എന്നോട് ഞാൻ വീട്ടിൽ നിൽക്കലാം. അവര് ജോലിക്ക് പോകുമ്പോ ഞാൻ വീട്ടിൽ നിൽക്കലാം. ആഹാ, എന്താ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? ഇപ്പൊ അവര് ഒരു പട്ടീനെ വാങ്ങിച്ചു. ആ, അപ്പം പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങ പോയിക്കോ വീട്ടിലേക്ക്, നിങ്ങൾ നിൽക്കണ്ട, കാവലിന് നായിണ്ട്. ഇതിപ്പോ എല്ലായിടത്തും ഉണ്ട് രാഘവട്ടാ, അതിൽ നിങ്ങൾ വിസ്മിക്കൊന്നും വേണ്ട. ഒരുവിധ അച്ഛന്മാരൊക്കെ കഥപ്പം അങ്ങനെ തന്നെയാണ്. ഒരു നായിന്റെ വില പോലും ഇല്ല നമുക്ക് മക്കളെടുത്തൊന്നും. മൊയ്തിപ്പോ അടുത്തൊക്കെ പോന്ന് ഞാൻ നമ്മളെ പ്യാരിന്റെ അവിടെ ഒരു പ്രശ്നം വെക്കല് നടക്കണ്ടാണ്. ഞാൻ അവിടെ എത്തേണ്ടതാ. ഞാൻ മോളെ കുട്ടീനെ നേഴ്സറി കൊണ്ടാക്കാൻ പോയിട്ട് കുറച്ച് നേരം പോയി. എന്ത് പ്രശ്നം? അവിടെ അല്ല, അവിടുത്തെ പ്രശ്നം നിങ്ങൾ അറിഞ്ഞില്ലേ? ഇവിടെ കച്ചറ സൂതം മരിച്ചു നിങ്ങൾ അറിഞ്ഞു? അത് ഞാൻ മോളെ വാട്സപ്പിൽ നിന്ന് അറിഞ്ഞിനി. ജീവിച്ചിരുന്നപ്പോ ഓനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. മരിച്ചു കഴിഞ്ഞപ്പോ കുട്ടികൾ ഒരുപാട് കയ്യൽവാക്കി ആ കള്ള നായ്ക്ക് വേണ്ടി. ഈ അടിയന്തരം കഴിഞ്ഞ ദിവസം വീട്ടിലാകെ പ്രശ്ന. എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാല് മന്മഥല്ലേ, മന്മഥൻ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് വീണിട്ട് അവന്റെ കൈ ഒടിഞ്ഞു. ആ പ്യാരിജാതിന് ഒരു പീടി ഉണ്ടായിരുന്നല്ലോ, ആ പീടി ഒരു ദിവസം രാത്രി 2 കത്തിപ്പോയി. എന്തെന്നാ പെരയിൽ ഒരു ഓമന ചോളത്തി ഒരു പൂച്ചണ്ടേനി, ആ പൂച്ചണ്ട് കിണറ്റിൽ ചത്തടക്ക്. അടുക്കളയിൽ ഒരു പാമ്പിനെ കണ്ട് മണ്ടിയ മണ്ടോതിരിന്റെ മണ്ട പൊട്ടി. പിന്നെ ഒരു കോയിണ്ട്, ആ കോയി ഇന്നലെ കാറിന് ഒടിക്കിട്ട് കോയി എത്തുപോയി. അങ്ങനെ മൊത്തം പ്രശ്നങ്ങളാ, അനർത്ഥങ്ങള്. ഇപ്പൊ ഈ അനർത്ഥങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം വെപ്പിക്കേണ്ട ഒരു പൂജാരിനെ കൊണ്ട്. പൂജാരി പണിക്കരല്ലേ? ആ പണിക്കരെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുക. അപ്പൊ എന്നോടൊന്നും കൂടെ ചെല്ലാൻ പറഞ്ഞു, നിങ്ങളും പോരി നമുക്ക് കൊണ്ട് പോവുക. ഞാൻ വരുന്നില്ല. അതിങ്ങനെ പ്രശ്നം പറ്റുന്ന പോയിക്കൂടാ. അത് നമുക്ക് വല്ല ദോഷം ചെയ്യും. അങ്ങനെ ഉണ്ടോ? ഞാൻ വരുന്നില്ല. പോണ്ടാന്നാ എനിക്ക് പറയാനില്ല. അല്ല എന്നെ വിളിച്ചാണേ, ഇപ്പൊ പോകാണ്ട് പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും പോയിട്ട് വരാം. എന്നാ പോയിട്ട് വാ. ഞാനെന്നീ കൊണ്ട് പോവാം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? പ്രശ്നം വെക്കുന്നിടത്ത് പെട്ടെന്ന് പ്രശ്നമാവുമോ? എന്തായാലും വിളിച്ചല്ലേ, പോയി നോക്കാം. അത് നന്നായി. സുഗത, സുഗത, എഴുന്നേക്കടാ. അച്ഛൻ എന്താച്ചാ? അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അച്ഛനെ മറക്കാൻ പറ്റുമോ അച്ഛാ? ആ, ജനുവരി 25-നല്ലേ അച്ഛന്റെ ചരമദിനം. ആ, അന്നാണ് അച്ഛന്റെ പ്രതിമ അനാശാസനം ചെയ്യും. ആ, എന്നാ അത് വേണ്ട. അത് പറയാനാ ഞാൻ വന്നത്. എന്താച്ചാ? എടാ, എന്റെ പ്രതിമ മുറ്റത്ത് വെക്കാൻ വേണ്ടിയിട്ട് നീ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ. അത് കാക്കയ്ക്കും പക്ഷികൾക്കൊക്കെ തൂറാൻ വേണ്ടിയിട്ട് അവിടെ പണിയണ്ട. അത് സംരക്ഷിക്കാൻ അറിയുമെങ്കിൽ മാത്രമേ അതിന് മെനക്കെടേണ്ട കാര്യമുള്ളൂ. അതിനുള്ള കഴിവ് നിനക്കില്ല. നീ അതിനു വേണ്ടി സ്വരൂപിച്ചിട്ടുള്ള പണം കൊണ്ട്
ഈ കുടുംബമായിട്ട് ചേർന്ന് നിന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക ആദ്യം. അതൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛാ. നീ കുന്തം ചെയ്യുന്നുണ്ട്. എടാ, ഞാൻ കുടുംബം നോക്കിയിരുന്ന കാലത്ത് ഇവിടെ പുറംപണിക്ക് വന്നിരുന്ന ഒരു ചിന്നക്കുട്ടിയുണ്ട്. ആ ചിന്നക്കുട്ടിക്ക് മാസാമാസം വയസ്സാം കാലത്ത് ഒരു നിശ്ചിത തുക ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ നീ ആയപ്പോൾ അത് നിർത്തി. ഇപ്പൊ നിത്യച്ചെലവിന് വേണ്ടിയിട്ട് അയൽപക്കത്തുള്ള വീടുകളിലൂടെ തെണ്ടി നടക്കണം ആ പാവം. അത് കൊടുത്ത് തീർത്തുവിടോ. അല്ല, അതിനൊന്നും തറവാട്ടിൽ ഭണ്ഡാരത്തിൽ പൈസ ഇല്ല അച്ഛാ. എന്ത് പൈസ ഇല്ല? പൈസ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ അപ്പോഴത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കടം വാങ്ങിക്കൂട്ടാ ചെയ്യേണ്ടത്. അച്ഛൻ കുടുംബം നോക്കിയിരുന്ന സമയത്ത് നമ്മുടെ തറവാട്ടിൽ നിന്നൊക്കെ നമുക്ക് സഹായം കിട്ടിയിരുന്നു. ഇപ്പോഴും കിട്ടുന്നില്ലേ? ഇപ്പൊ ഒന്നും തരുന്നില്ല, തരാനുള്ളതും കൂടി തരുന്നില്ല. സുഗത, ഒരു കാര്യം ഞാൻ പറയാം. നിനക്കിപ്പോ ഈ തറവാടിന്റെ നിന്റെ കൂടെ നിൽക്കുന്ന കുറെ ആളുകളുടെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. അത് ശരിയല്ല. കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഒരുപാട് ആളുകളെ നീ അകറ്റി മാറ്റി നിർത്തിയിരിക്കുകയാണ്. തറവാടിന്റെ ആണിക്കല്ല് ഇളക്കരുത്. ആളുകളുടെ ഇടയിൽ ഒരു പേരുണ്ടായിരുന്ന തറവാടാ ഇത്. നശിപ്പിക്കരുത്. കണക്കപ്പുള്ള രാഘവട്ട കുറെ നേരം ആയില്ല അതിലിട്ട് തോണ്ടണം. ഇത് കൊല്ല കാര്യങ്ങളെല്ലാം നടക്കോ? ചെലവേ വരവിന്റെ 2 ഇരട്ടിയാ. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്ന് പറഞ്ഞെങ്ങനെ കാര്യങ്ങൾ നടക്കണ്ടേ? നീ രാഘവനെ പറ്റിലേക്ക് പറഞ്ഞോ, വേറെ ആളെ വെക്കാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ ചേട്ടാ? ആ കറവക്കാരനെ 2 വർഷമായി മാറ്റിയിട്ട് പകരം ആ പോസ്റ്റിലേക്ക് ഒരാളെ കൊണ്ടുവന്നോ? ഇല്ലല്ലോ. ഇപ്പൊ ആ ചാണം വാജാൻ നിർത്തിയ ബംഗാളിയാ അപ്പൊ കറക്കണത്. ഇപ്പൊ ഈ പാല് കൊണ്ട് നാട്ടുകാരുടെ അടുത്ത് ചെല്ലുമ്പോ എന്താ പറയണേന്ന് അറിയോ? ചാണകം മണക്കുന്ന പാലാന്നാ. എന്നാ കട്ടൻ ചായ കുടിച്ചാൽ മതിയല്ലോ. ആ കട്ടൻ ചായ നമുക്ക് കുടിക്കാതിരിക്കുക ചെയ്യാം. പക്ഷെ ആളുകൾ എന്ത് പറയും? അവര് കാശ് തന്നിട്ടല്ലേ ഈ പാല് മേടിച്ചോണ്ടോണത്. എന്താ ചെയ്തള ഈ തറവാടിന്റെ കാര്യം അറിയാൻ സംസാരിക്കുന്നത്? ഒരു കറവക്കാരനെ സ്ഥിരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അയാൾ പിരിഞ്ഞു പോകുമ്പോ അയാൾക്ക് കാശ് കൊടുക്കണ്ടേ? എല്ലാം കൊടുക്കണ്ടേ? പിന്നെ മാസം അയാൾ പറയുന്ന ശമ്പളം കൊടുക്കണ്ടേ? കൊടുക്കണം. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ താൽക്കാലികമായിട്ടൊരു ജീവനക്കാരനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ആവശ്യമുള്ളപ്പോ പറഞ്ഞുവിടാം. അതെ. അതുകൊണ്ടാണ് നമ്മൾ ബംഗാളിനെ പാല് കറക്കാൻ വേണ്ടി നിർത്തുന്നത്. ഇനി അയാൾക്ക് സമയമില്ലെങ്കിൽ വേണ്ട, നമ്മുടെ അടുക്കളക്കാരി ജാലു കറക്കട്ടെ. അതുമല്ലെങ്കിൽ നമ്മളെ ഡ്രൈവർ മോഹൻ ഉണ്ടല്ലോ, വലിയ പണിയൊന്നുമില്ലല്ലോ, മോഹനം കറക്കട്ടെ. ഇല്ലെങ്കിൽ ആളിങ്ങനെ നിരന്ന് കിടക്കല്ലേ. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പറയുന്ന ടീച്ചറില്ലേ, ടീച്ചറോട് പാല് കറക്കാൻ പറയണം. ഇനി ടീച്ചറിന് പാല് കറക്കുന്ന ജോലി ഇവിടെ ബാക്കിയുള്ളൂ. ബാക്കി സകല പണി അതിന്റെ തലയിലാണെന്ന് അത് പരാതിയും കൊണ്ട് അടക്കാം. പിന്നെ ഈ കണക്ക് നോക്കല് കഴിഞ്ഞാൽ ബാക്കി സമയം രാഘവൻ വെറുതെ ഇരിക്കല്ലേ. ചില ദിവസങ്ങളിൽ രാഘവനും പാല് കറക്കട്ടെ. ഞാനാ? രാഘവൻ കറക്കട്ടെ. വലിയേട്ടാ, ശീതളേട്ട പറയുന്ന കറക്റ്റാണ്. വലിയേട്ടൻ എടുക്കുന്ന തീരുമാനമെല്ലാം മണ്ടത്തരാണ്. ഒരു നിലപാടുമില്ല. വലിയേട്ടൻ അറിയോ, ഗംഗാ നദി കരകവിഞ്ഞൊഴുകുന്ന പോലെ നിറഞ്ഞൊഴുകിയ കീശയുടെ 2 കൊല്ലം മുമ്പേ 10 പൈസയില്ല. ഇനി എന്നെ വിൽക്കാന്ന് വെച്ചാൽ 5 പൈസ എനക്കുമില്ല. ആര് തരണ്ടേ? നിങ്ങളാരും സംസാരിക്കണ്ട, ഇവിടെ ഞാൻ സംസാരിച്ചോളാം. ഇവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഓരോരുത്തരും പണിയെടുക്കേണ്ടി വരും. വലിയേട്ടാ, അതെ, ഇതാണ് ചേട്ടന്റെ പ്രശ്നം. അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ കിടന്ന് അങ്ങോട്ട് ചാടും, ദേഷ്യപ്പെടും. പുറത്തുനിന്ന് എന്ത് വേണേ പറയാം. ഇതെങ്ങനെ നടത്തിക്കൊണ്ടുവന്നത് വലിയേട്ട മാത്രമേ അറിയുള്ളൂ. എന്നാ ഈ തറവാട് ഇതിനേക്കാ ഭംഗിയായിട്ട് നടത്തിയ ഒരാളുണ്ട്, നമ്മുടെ അച്ഛൻ. അപ്പൊ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ. ചേട്ടൻ എന്ന് ഈ കസേര കയറിയിരുന്നു അന്ന് മുതൽ ദാരിദ്ര്യം തുടങ്ങി. അച്ഛനുള്ള കാലത്തെ ശീതളേട്ടൻ കുറ്റം പറഞ്ഞു കൊടുക്കുക, ഇപ്പൊ ചേട്ടനെ കുറ്റം പറഞ്ഞു കൊടുക്കുക. എടാ, ഒരു കാര്യം ചെയ്യുമ്പോ തെറ്റുകൾ കണ്ടാ കുറ്റം പറയും. നിങ്ങൾ പുറത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ കുറ്റം പറയാം. ഈ തറവാടിന്റെ ഭരണം ഏറ്റെടുത്ത് നടത്തണം, അവർക്ക് അതിന്റെ വിഷമം അറിയും. ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ തറവാടിന് പൈസ ഇല്ല. കുടുംബത്തിന്റെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരു കണ്ണട വേണം. അതിനുള്ള പണം വലിയേട്ടന് അനുവദിച്ചു തരണം. അല്ലേ, കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു കണ്ണട വാങ്ങിച്ചത്? അത് മൊബൈലിൽ വീഡിയോ കാണാനുള്ളതാണ്, ഇത് ബുക്ക് വായിക്കാനുള്ളതാണ്. ഓരോന്നിനും ഓരോ തരം. അതന്നെ.
രാഘവ ഒരു കണ്ണടയല്ലേ അതനുവദിച്ചേക്ക്. ഒരു 500 റുപ്യ അനുവദിക്കാൻ. ആ 500 500 റുപ്യ അനുവദിച്ചിരിക്കും. 500 35,000 രൂപ വേണം. 35,000 രൂപയോ? എന്താ 35,000 രൂപയോ? എന്താ കുഴപ്പം? ഇവിടെ ഓരോ ആൾക്കാർ 50,000 60,000 രൂപയാണ് മേടിക്കണത്. എന്റെ ഭാര്യ 35,000 അല്ലേ ചോദിച്ചോളൂ. നമ്മുടെ തറവാടിന്റെ മഹത്വം അനുസരിച്ചേ 35,000 ഒരു കണ്ണടയൊക്കെ ആവാം. രാഘവ ആ പൈസ അനുവദിച്ചേക്ക്. തറവാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് 35 രൂപയുടെ കണ്ണട പോലും മേടിക്കാനുള്ള ഗതി ഇല്ല. അത് മനസ്സിലാക്കാം ആദ്യം. ശീതളേട്ടാ, നിങ്ങളുടെ ഭാര്യയെ പോലെ അല്ല. എന്റെ ഭാര്യ തറവാട്ടിൽ പറഞ്ഞൊരു കുട്ടിയാണ്. അങ്ങനെയാണ് ജനിച്ചു വളർന്നത്. 35,000 കണ്ണട. ശരി, അങ്ങനെയാണെങ്കിലേ 40,000 റുപ്യ കൂളിംഗ് ഗ്ലാസ് എനിക്ക് വേണം. എനിക്കും വേണം കണ്ണട. വല്യച്ഛനോട് പറ. എന്നാ പിന്നെ എല്ലാവർക്കും കണ്ണട ഉണ്ടെങ്കിൽ എനിക്കൊരു നോട്ടൊരു കണ്ണട. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, എല്ലാവർക്കും ഓരോ കണ്ണട അനുവദിച്ചേക്ക്. അത് തന്നെ. അത്യാവശ്യം ഒരു കാര്യത്തിന് 10 വയസ്സ് ചോദിച്ച ചേട്ടന്റെ കയ്യിൽ തരാനില്ല. ദൂർത്തടിക്കാൻ ഇഷ്ടം പോലെ പൈസ. അതെ, ശീതളേട്ടൻ ഇങ്ങനെ കുറ്റം പറഞ്ഞത് ശീതളേട്ടന് കണ്ണട വേണ്ടാന്ന് വെച്ചൂടെ? അതെന്തിനാണ് തറവാട്ടിലെ കാശ് എടുത്തിട്ട് എല്ലാവരും കണ്ണട മേടിക്കുമ്പോൾ ഞാൻ മാത്രം കണ്ണട വെക്കാതിരിക്കണം? അപ്പൊ പൊട്ട് തിന്നെ വേണം, കുറ്റം പറയാൻ വേണമെന്ന് പറഞ്ഞ ഓ ഒന്ന് ചിരിച്ച് കണ്ട്. സംഭവം ഇപ്പൊ തറവാട്ടിലെ എല്ലാവരെയും സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ അക്കൗണ്ടിലെ പൈസ ഇല്ല, അതാണ് പ്രശ്നം. അതെ വല്യേട്ടാ, ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് തറവാട്ടിൽ നിന്ന് അമ്മ നമുക്ക് തന്നുകൊണ്ടിരുന്നതൊന്നും കൃത്യമായിട്ട് ഇവിടെ ഇപ്പൊ എത്തുന്നില്ല. എന്നാൽ ഇവിടെ ഉള്ളതെല്ലാം അമ്മ കൃത്യമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണമുണ്ട്. അതാണ് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം. അമ്മയുടെ കാശ് കിട്ടിയിട്ട് തറവാട്ടിലെ കാര്യം നടത്താന്ന് പറയുന്ന ചിന്ത ആദ്യം മാറ്റണം. അവിടെ അമ്മയുടെ തറവാട്ടിൽ നിന്ന് കിട്ടണ്ടേ മുഴുവൻ സംഖ്യയും എല്ലാവരും കൂടി പോയി സമ്മർദ്ദം ചെലുത്തി മേടിച്ചുകൊണ്ടിരാം. എന്നാൽ മാത്രമേ നമുക്ക് പറമ്പിൽ പണിയെടുക്കുന്നവർക്കും ഈ ഷോപ്പിലെ ജീവനക്കാർക്കും 2 മാസമായി കുടിശ്ശിക, ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കാനാവുള്ളൂ. അല്ല, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞു എല്ലാം നല്ല ലാഭത്തിലാണ് പോണേന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേട്ടന്റെ ഫോട്ടോ ഇട്ടിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, എല്ലാം നല്ല ലാഭത്തിലാണ്. അല്ല, ഷോപ്പെല്ലാം നല്ല ലാഭത്തിലാണ് പോകുന്നത്. പക്ഷെ അതിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ പറ്റില്ല, അത് കടം മേടിക്കണം. എന്ത് വർത്താനമാണ്, ശമ്പളം കൊടുക്കാനില്ലാതെ പിന്നെ എന്ത് ലാഭം? അതേ ചെയ്താലേട്ടാ, ഇപ്പൊ ഒരാൾ നമ്മളോട് സുഖമാണെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? ആ സുഖമാണ് എന്നല്ലേ പറയും, അല്ലാതെ നമ്മുടെ അസുഖങ്ങളൊന്നും പറയില്ല. അതുപോലെ ലാഭമാണെന്ന് പറഞ്ഞാൽ മതി. ആ എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞ് സുഖമാണെന്ന് പറഞ്ഞ് സുഖത്തിൽ തന്നെ മരിക്കാം. എന്റെ ദൈവമേ, ഈ കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ തന്നെ മരിക്കാനാണല്ലോ എന്റെ ഗതി. എന്റെ ദൈവമേ, ഈ ചെറുപ്രായത്തിൽ ഞാൻ കടത്തിൽ വീട് മരിക്കല്ലോ. തോളത്ത് നെയ്യെടുത്ത് രാഘവ, അമ്മയുടെ തറവാടിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയിട്ട് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കുന്നു തോന്നുന്നില്ല. പിന്നെ ഇതിനൊരു പോകുമ്പഴി പലിശക്കാരൻ മൊയ്തുവിനെ വിളിക്കേ. ഇനിയും കടം മേടിക്കാനാ? പിന്നല്ലാതെ. ഈ കടയിൽ ആരും വീട്ടിൽ തീർക്കല്? അതൊക്കെ അടുത്ത തലമുറ നോക്കിക്കോളും. നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. ഈ സ്വാമി ഏത് നാട്ടുകാരനാടാ? സ്വാമിക്ക് അങ്ങനെ നാടും വീടൊന്നുമില്ല. ഇവര് സ്വയംഭൂവാണ്. സ്വയംഭൂ എന്ന് പറഞ്ഞെന്താ? സ്വയംഭൂ എന്ന് പറഞ്ഞാ ഇവര് താനെ അങ്ങ് ജനിക്കുകയാണ്. ഹോസ്പ്രവത്തിൽ അങ്ങ് ജനനം വരെയാണ്. സ്വാമി നമസ്കാരം. എനിക്കൊരാഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആളുകൾ മനുഷ്യരല്ല, എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത്യാഗ്രഹമൊന്നുമില്ല, ഒരു കല്യാണം കഴിക്കണം.
വിഫല ശ്രമ സാധ്യത. സ്വാമി, ഒരു പെണ്ണൊന്നും ഇല്ലാതെ എങ്ങനെയാ? പെണ്ണൊക്കെ വേണ്ട തന്നെയാ, പക്ഷെ തനിക്ക് വയറ് കൂടുതലുണ്ട്, കട്ടി മീശയാണ്. അത് എൻ്റെ ഐഡന്റിറ്റിയാണ്. മീശരാഘവൻ എന്നാ നാട്ടിൽ പറയലെല്ലാരും. അങ്ങനെ നടന്നോ?